അപ്പോൾ എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഇന്ന് 2 സ്വാതന്ത്ര്യദിന പരിപാടിയിൽ പങ്കെടുത്തു. ഒന്നാമത്തേത് പതിവുപോലെ തന്നെ കോട്ട മൈതാനിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിന പരേഡാണ്. വർഷത്തിൽ 2 തവണ നടക്കുന്ന പരേഡുകളും ഞാൻ കാണാൻ പോവാറുണ്ട്. എത്ര തവണ പങ്കെടുത്താലും ഓരോ വർഷവും ആഗസ്റ്റ് 15 വരുമ്പോൾ നമുക്ക് മൈതാനത്തേക്ക് പോകാനുള്ള ഒരു ആഗ്രഹം എന്തായാലും ഉണ്ടാവും. പോലീസിന്റെയും എക്സൈസിന്റെയും ഫയർഫോഴ്സിന്റെയും NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് എന്നിവരുടെയൊക്കെ പരേഡുകളൊക്കെ കാണാൻ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. സുമാർ 2-3 മണിക്കൂറോളം ഇവർ ഈ ഗ്രൗണ്ടിൽ നിൽക്കുകയും ഇതുപോലെ പരേഡൊക്കെ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ചില സ്കൂൾ കുട്ടികളൊക്കെ മയങ്ങി വീഴുകയും അവരെ സ്ട്രെച്ചറിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. ഞാൻ എൻ്റെ മോൻ്റെ കൂടെയാണ് ഇപ്പോൾ കാണാൻ പോയത്. അവന് നല്ല എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പോയ വഴിയിൽ അവൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെയും കാണാൻ പറ്റി. രണ്ടാമതായി പങ്കെടുത്തത് ഞങ്ങളുടെ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സ്വാതന്ത്ര്യദിന പരിപാടിയാണ്. ഈ കൊടിയുയർത്തുന്നതാണ് ഞങ്ങളുടെ മഹല്ല് പ്രസിഡന്റ് കമറണ്ണൻ. കൊടിയുയർത്താൻ പറഞ്ഞു കൊടുക്കുന്നത് ഞങ്ങളുടെ മഹല്ല് ഇമാം ഖാദർ സക്കാഫ്. ഞാൻ മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് തന്നെ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതുപോലെ കൊടിയുയർത്തുന്ന പരിപാടിയൊക്കെ ജനുവരി 26-നും ഓഗസ്റ്റ് 15-നും ഉണ്ടാകാറുണ്ട്. എല്ലാ പള്ളികളിലും തന്നെ ഇതേപോലെ ഓഗസ്റ്റ് 15-ന് കൊടിയുയർത്തി സ്വാതന്ത്ര്യദിനം ആചരിക്കാറുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ മദ്രസയിലുള്ള വിദ്യാർത്ഥികളാണ്. കൂടെ രക്ഷിതാക്കളും കാരണവന്മാരും ഉസ്താദുമാരും ഒക്കെ ഉണ്ട്. മഹല്ല് ഇമാം സ്വാതന്ത്ര്യദിന സന്ദേശം എല്ലാവർക്കുമായിട്ട് നൽകുകയാണ്. എല്ലാവർക്കും ലഡ്ഡു വിതരണവും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്വാതന്ത്ര്യദിന അനുഭവങ്ങളും കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക.